ചോദ്യം 1. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. ഓപ്ഷൻസ്: എ. എൻജിൻ ഓയിൽ മർദ്ദം കുറവാണ്. ബി. എൻജിൻ ഓയിൽ മർദ്ദം കൂടുതലാണ്. സി. എൻജിൻ താപനില ഉയർന്നതാണ്. ഡി. എൻജിൻ താപനില കുറവാണ്. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 2. ഹാർഡ് സ്റ്റിയറിംഗിന് കാരണമാകുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ. മോശമായി തേഞ്ഞ ടയർ. ബി. അളവിൽ കൂടുതൽ വായു ടയറിൽ നിറയ്ക്കുന്നതുകൊണ്ട്. സി. ടയറിൽ വായു അളവിൽ കുറഞ്ഞുപോയതുകൊണ്ട്. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 3. കാവൽക്കാരുള്ള ഒരു റെയിൽവേ ക്രോസിംഗിൽ ഒരു മോട്ടോർ വാഹനവും ക്രോസിംഗിലേക്ക് പ്രവേശിക്കുവാൻ പാടില്ല. എപ്പോൾ? ഓപ്ഷൻസ്: എ. ഗേറ്റുകൾ അടച്ചതിനു ശേഷം. ബി. ഗേറ്റുകൾ അടച്ചു തുടങ്ങുമ്പോൾ. സി. വാഹനഗതാഗതം ചുവന്ന ലൈറ്റ് സിഗ്നലിനെ അഭിമുഖീകരിക്കുമ്പോൾ. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 4. ഇന്ധനം ലാഭിക്കാൻ ദീർഘനേരം കാത്തിരിക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് ഒരു റെയിൽവേ ക്രോസിംഗിൽ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: എ. ഡ്രൈവർ എൻജിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക. ബി. എൻജിൻ ഓഫ് ചെയ്യുക. സി. ഇടയ്ക്കിടെ ആക്സിലറേറ്റർ അമർത്തുക. ഡി. എൻജിൻ പ്രവർത്തിക്കുമ്പോൾ വാഹനം ന്യൂട്രലിൽ നിലനിർത്തുക. ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 5. മോട്ടോർ സൈക്കിൾ നിർത്തുന്നത് എങ്ങനെ? ഓപ്ഷൻസ്: എ. പിൻ ബ്രേക്കുകൾ പ്രയോഗിക്കുക. വേഗത കുറഞ്ഞതിനു ശേഷം ഫ്രണ്ട് ബ്രേക്ക് പ്രയോഗിക്കുക. ബി. മുന്നിലും പിന്നിലും ഒരേ സമയം ബ്രേക്കുകൾ ഉപയോഗിക്കുക. സി. പിൻ ബ്രേക്ക് മാത്രം പ്രയോഗിക്കുക. ഡി. ഫ്രണ്ട് ബ്രേക്ക് മാത്രം പ്രയോഗിക്കുക. ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 6. ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: എ. വാഹനം പുറകിലും മുന്നിലും നിർത്താൻ നിർദ്ദേശിക്കുന്നു. ബി. വലത്തുനിന്നും ഇടത്തുനിന്നും വരുന്ന വാഹനങ്ങൾ കടന്നുപോകാൻ. സി. വലത്തുനിന്നും ഇടത്തുനിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ. ഡി. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നുപോകാൻ. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 7. ലേണേഴ്സ് ലൈസൻസിൻ്റെ പരമാവധി കാലാവധി എത്രയാണ്? ഓപ്ഷൻസ്: എ. 3 മാസം. ബി. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് വരെ. സി. 6 മാസം. ഡി. 1 വർഷം. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 8. നിങ്ങൾക്ക് ഒരേ സമയം എത്ര ഡ്രൈവിംഗ് ലൈസൻസ് വരെ കയ്യിൽ വെക്കാം? ഓപ്ഷൻസ്: എ. പരമാവധി 3 ലൈസൻസ്. ബി. ഒന്നിലധികം തരം വാഹനങ്ങൾ ഓടിക്കാവുന്ന ഒറ്റ ലൈസൻസ്. സി. എത്ര ലൈസൻസും ആകാം. ഡി. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 9. വാഹനം മറ്റൊരു വാഹനത്തെ കെട്ടിവലിക്കുമ്പോൾ പരമാവധി വേഗത മണിക്കൂറിൽ ഡാഷ് കിലോമീറ്ററിൽ കൂടരുത്. ഓപ്ഷൻസ്: എ. മണിക്കൂറിൽ 20 കിലോമീറ്റർ. ബി. മണിക്കൂറിൽ 25 കിലോമീറ്റർ. സി. മണിക്കൂറിൽ 30 കിലോമീറ്റർ. ഡി. മണിക്കൂറിൽ 35 കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 10. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: എ. ആക്സിൽ ഭാരപരിധി. ബി. വാഹനത്തിൻ്റെ വീതി പരിധി. സി. വാഹനത്തിൻ്റെ ഉയരപരിധി. ഡി. വാഹനത്തിൻ്റെ വേഗപരിധി.
ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 11. കെട്ടിവലിക്കുന്ന വാഹനത്തിൻ്റെ ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമാണെങ്കിൽ ഡാഷ്. ഓപ്ഷൻസ് എ. കെട്ടിവലിക്കുമ്പോൾ ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ നിർബന്ധമല്ല. ബി. രാത്രിയിൽ വാഹനം വലിച്ചുകൊണ്ടുപോകാം. സി. വാഹനം കെട്ടിവലിച്ചുകൊണ്ടുപോകാൻ പാടില്ല. ഡി. ഹെഡ്ലൈറ്റുകൾ ഓണാക്കി വലിച്ചുകൊണ്ടുപോകാം. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 12. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു മൃഗത്തിൻ്റെ ചുമതലയുള്ള ആൾ മൃഗത്തെ നിയന്ത്രിക്കാനാകാതെ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടാൽ. ഓപ്ഷൻസ് എ. വാഹനം നിർത്തണം. ബി. ഹോൺ മുഴക്കി മുന്നോട്ട് പോകണം. സി. വേഗത കുറയ്ക്കണം. ഡി. സ്ഥലമുണ്ടെങ്കിൽ ഡ്രൈവർക്ക് മുന്നോട്ട് പോകാം. ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 13. റോഡിൻ്റെ അരികിലുള്ള സിഗ്സാഗ് വരകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് എ. വാഹനം നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. ബി. കാൽനട ക്രോസിംഗുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ ഉണ്ടെന്നുള്ള മുന്നറിയിപ്പ്. സി. അപകടകരമായ സാഹചര്യങ്ങൾ മുന്നിലുണ്ടെന്നുള്ളതിൻ്റെ സൂചന. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 14. വാഹനം ഓടിക്കുമ്പോൾ ഇന്ധനം ലാഭിക്കാൻ ഡാഷ്. ഓപ്ഷൻസ് എ. വേഗത ഉയർന്ന ഗിയറുകളിൽ 45-65 km/h എന്ന ഏകീകൃത വേഗതയിൽ. ബി. ഉയർന്ന ടോർക്ക് ഗിയറുകളിൽ ഉയർന്ന വേഗതയിൽ. സി. കുറഞ്ഞ ടോർക്ക് ഗിയറുകളിൽ ഉയർന്ന വേഗതയിൽ. ഡി. ഉയർന്ന ടോർക്ക് ഗിയറുകളിൽ കുറഞ്ഞ വേഗതയിൽ. ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 15. 4 വയസ്സുവരെയുള്ള കുട്ടിയെ പിന്നിലിരുത്തി യാത്ര ചെയ്യുന്ന മോട്ടോർ സൈക്കിളിൻ്റെ വേഗത ഡാഷ് കൂടുതലാകരുത്. ഓപ്ഷൻസ് എ. മണിക്കൂറിൽ 20 കിലോമീറ്റർ. ബി. മണിക്കൂറിൽ 30 കിലോമീറ്റർ. സി. മണിക്കൂറിൽ 40 കിലോമീറ്റർ. ഡി. മണിക്കൂറിൽ 50 കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 16. എപ്പോഴാണ് വാഹനത്തിൻ്റെ പാത ലൈൻ മാറ്റൽ നിർബന്ധമാകുന്നത്? ഓപ്ഷൻസ് എ. ഡ്രൈവർക്ക് റോഡിലെ ഒരു തടസ്സം ഒഴിവാക്കേണ്ടി വരുമ്പോൾ. ബി. തിരിയുന്നതിനു മുമ്പ് ശരിയായ പാത തിരഞ്ഞെടുക്കുമ്പോൾ. സി. വേഗത കുറഞ്ഞ വാഹനത്തെ മറികടന്നു പോകുമ്പോൾ. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 17. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് എ. നിർബന്ധമായും ഇടത് വശം ചേർന്ന് ഓടിക്കുക. ബി. ഇടതുവശത്തേക്ക് റോഡില്ല. സി. നിർബന്ധമായും ഇടത്തേക്ക് തിരിയുക. ഡി. മുന്നിൽ ഇടത്തേക്കുള്ള വളവ്. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 18. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ ഡ്രൈവർ എപ്പോഴും കൈവശം വെക്കേണ്ട രേഖകൾ ഏതാണ്? ഓപ്ഷൻസ് എ. ഡ്രൈവിംഗ് ലൈസൻസ്. ബി. മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ്. സി. രജിസ്ട്രേഷൻ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 19. ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് നിയന്ത്രണമുള്ള വാഹനം ഓടിക്കുമ്പോൾ ഡാഷ്. ഓപ്ഷൻസ് എ. ഒരു മുന്നറിയിപ്പ് ബോർഡ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് പ്രദർശിപ്പിക്കുക. ബി. ഇലക്ട്രിക്കൽ സിഗ്നലിംഗ് ഉപകരണം ഉപയോഗിക്കുക. സി. മുകളിൽ പറഞ്ഞ രണ്ടും ഉപയോഗിച്ച്. ഡി. ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് വാഹനങ്ങൾ ഓടിക്കാൻ അനുവാദമില്ല. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 20. ഡാഷ് എന്നാൽ വാഹനഗതാഗതം നിയന്ത്രിക്കുന്നതിനായി ഒരു കാരിയേജ് വേയിലോ കവലയിലോ അടയാളപ്പെടുത്തിയ ഉയർന്ന പ്രതലമോ റോഡ് അടയാളങ്ങളോ ആണ് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻസ് എ. മീഡിയൻ. ബി. ട്രാഫിക് ഐലൻഡ്.
സി ഫുട്പാത്ത്, ഡി കാൽനടയാത്രക്കാർക്കുള്ള ക്രോസിംഗ്. ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 21. എമർജൻസി വാഹനങ്ങൾക്ക് വഴി കൊടുക്കാത്ത ഡ്രൈവർമാർക്കുള്ള പരമാവധി പിഴ എത്ര? ഓപ്ഷൻസ് എ 1000 രൂപ പിഴ, ബി 2000 രൂപ പിഴ, സി 5000 രൂപ പിഴ, ഡി 10000 രൂപ പിഴ. ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 22. ഒരു ഡാഷ് കടന്നു പോകുമ്പോൾ ഒരു ഡ്രൈവറും മണിക്കൂറിൽ 25 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ വാഹനം ഓടിക്കാൻ പാടില്ല. ഓപ്ഷൻസ് എ നിർമ്മാണ സ്ഥലം, ബി കാൽനടയാത്രക്കാർ കാരിയേജുടെ ഒരു ഭാഗം നടക്കാൻ ഉപയോഗിക്കുന്ന നടപ്പാതകളില്ലാത്ത റോഡുകളിലൂടെ, സി സ്കൂൾ, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 23. ചിത്രത്തിൽ കാണുന്ന ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻസ് എ ഇന്ധനം കുറവാണ്, ബി ഇന്ധനം ചോരുന്നുണ്ട്, സി പെട്രോൾ പമ്പ്, ഡി ചാർജിംഗ് സ്റ്റേഷൻ. ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 24. ഒരു മോട്ടോർ വാഹനവും ഡാഷിലേക്ക് വിപരീത ദിശയിൽ ഓടിക്കരുത്. ഓപ്ഷൻസ് എ പൊതു റോഡ്, ബി വൺ വേ റോഡ്, സി സ്വകാര്യ റോഡ്, ഡി എയും ബിയും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി.